നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കണ്ണൂരിൽ കെ സുധാകരൻ മത്സരരംഗത്തു നിന്നും പിന്മാറിയതായി റിപ്പോർട്ട്. കോൺഗ്രസിന്റെ കരുത്തരായ ആളുകൾ എന്തുകൊണ്ടാണ് മത്സരരംഗത്തു നിന്നും പിന്മാറുന്നത് എന്നത് വലിയ ചർച്ചയാകുന്നു. കണ്ണൂരിന്റെ കരുത്തനായ കെ സുധാകരൻ ഇപ്പോൾ KPCC വർക്കിംഗ് പ്രസിഡന്റാണ്. ആലപ്പുഴയിൽ നിന്നും KC വേണുഗോപാലിന് പിന്നാലെ KPCC വർക്കിംഗ് പ്രസിഡന്റ് കെ സുധാകരനും മത്സരരംഗത്തു നിന്നും പിന്മാറി കോൺഗ്രസ് കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ്. ആരോഗ്യപരമായ കാരണങ്ങളാൽ മത്സരിക്കാനില്ലെന്ന് സുധാകരൻ പറഞ്ഞുവെങ്കിലും കരുത്തനായ കെ സുധാകരന് ആരോഗ്യ പ്രശ്നം എന്ന് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ പോലും വിശ്വസിക്കുന്നില്ല. മറ്റൊരു പ്രധാന കാര്യം, കെ സുധാകരൻ ഉന്നം വയ്ക്കുന്നത് കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രി പദമാണ് എന്നും അറിയുന്നു. മുഖ്യമന്ത്രി പദം ഉറപ്പാക്കാൻ വേണ്ടി മുൻകൂട്ടി നടത്തുന്ന നീക്കങ്ങളും ചരടുവലിയുമാണിതെന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ ചർച്ചയുണ്ട്. നിലവിൽ രമേശ് ചെന്നിത്തലയാണ് കോൺഗ്രസിന്റെ ഭാവി മുഖ്യമന്ത്രി പദത്തിലേക്ക്. എന്നാൽ ഇത് അട്ടിമറിക്കാൻ പാർട്ടി തലത്തിൽ ചില നീക്കങ്ങൾ ഭാവിയിൽ വന്നേക്കാം. കാരണം പാർട്ടി നേതൃത്വം ഇപ്പോൾ കെ സുധാകരന്റെ ഒപ്പമാണ്. കെ സുധാകരൻ മത്സരിക്കാതെ മാറി നിൽക്കുന്നത് ഇപ്പോഴും രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു ഭീഷണി തന്നെയാണ്. അതേസമയം മുതിർന്ന നേതാക്കൾ മത്സരരംഗത്തു നിന്നും മാറുന്നത് പാർട്ടി നേതൃത്വത്തെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. കണ്ണൂർ മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി സജീവ പരിഗണനയിലുണ്ടായിരുന്ന ആളായിരുന്നു സുധാകരൻ. CPM-ന് ശക്തമായ വേരോട്ടമുള്ള മണ്ഡലങ്ങളിൽ സുധാകരനെ ഇറക്കി കളം പിടിക്കാനായിരുന്നു KPCCയുടെ നീക്കം. എന്നാൽ സുധാകരൻ മത്സരരംഗത്തു നിന്നും പിന്മാറിയതോടെ KPCCയും ആശങ്കയിലായിരിക്കുകയാണ്. LDF-ന് വേണ്ടി നിലവിലെ MP CPM-ലെ PK ശ്രീമതിയാണ് മത്സരിക്കുന്നത്. നേരത്തെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും മത്സരരംഗത്തില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. സംഘടനാ ചുമതലയുള്ള കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആയതിനാൽ മത്സരരംഗത്ത് ശ്രദ്ധ ചെലുത്താൻ കഴിയില്ലെന്ന കാരണമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. സംഘടനാ ചുമതലയുടെ ഭാഗമായി ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് ആലപ്പുഴയിൽ മത്സരിക്കുന്നത് ജനങ്ങളോടുള്ള നീതികേടാണെന്നും വേണുഗോപാൽ പറഞ്ഞു. കെ സുധാകരൻ എന്ന കരുത്തനെ മുൻനിർത്തി കണ്ണൂരിൽ നടത്താൻ തീരുമാനിച്ച പോരാട്ടത്തിന്റെ ചിറകുകൾ ഒടിയുകയാണ്. അതോടൊപ്പം ഭാവി കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് കണ്ണും നട്ട് കരുനീക്കുന്നവരിൽ ഒരാൾ കൂടി രംഗത്ത് വരികയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.